സോ നമ്മൾ ക്ലാസ് ഡയഗ്രാമിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എന്ത് കണ്ടു? ക്ലാസ് ഡയഗ്രാം എന്തെന്ന് കണ്ടു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ഓഫ് ദ ക്ലാസ് ഡയഗ്രാം കണ്ടു. ഇനി ഈ ഒരു ക്ലാസ് ഡയഗ്രാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ക്ലാസ് ഡയഗ്രാം വെച്ചാൽ ഡിഫറെൻറ്റ് ക്ലാസ്സസിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ത്രൂ ക്ലാസ് ഡയഗ്രാം. സോ അതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ക്ലാസ്സസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഹെറിറ്റൻസ്. ഇപ്പം ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളൊരു അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പം അങ്ങനത്തെ തരത്തിലുള്ള പ്രോഗ്രാമിൻ്റെ ക്ലാസ് ഡയഗ്രാം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ അതിനാണ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? ഒരു ബേസ് ക്ലാസ് അല്ലേ, ഒരു പാരൻറ്റ് ക്ലാസ് കാണും. ആ ഇതാണ് പാരൻറ്റ് ക്ലാസ് കാണും. അതിൽ ഇവിടെ രണ്ട് ചൈൽഡ് ക്ലാസ് ഉണ്ട് അല്ലേ. ഞാനിപ്പോൾ C1ഉം C2 അല്ലെങ്കിൽ സബ് ക്ലാസ് 1ഉം സബ് ക്ലാസ് 2. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഇൻഹെറിറ്റൻസ്. അപ്പം ഇങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണം, ഒരു ക്ലാസ് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് എൻ്റെ നൊട്ടേഷൻ. ഓക്കെ, ഈ ബോക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 3 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ബോക്സ് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൊട്ടേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, കാരണം ഈ ഒരു ബോക്സിൻ്റെ അകത്ത് അതിൻ്റെ ക്ലാസ് നെയിമും കാണും, അതിൻ്റെ ആട്രിബ്യൂട്ട്സും കാണും, മെത്തേഡ്സും കാണും. സിമിലർലി ഈ ഒരു സബ് ക്ലാസ് 1ൻ്റെ അകത്ത് അതിൻ്റെ ആട്രിബ്യൂട്ട്സും കാണും, മെത്തേഡും കാണും. ഓക്കെ, സോ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്നത് ഈസി റിലേഷൻഷിപ്പാണ്. അതായത് ഇപ്പം സബ് ക്ലാസ് 1 ആൻഡ് സബ് ക്ലാസ് 2 ആർ ദ സ്പെഷ്യലൈസേഷൻ ഓഫ് സൂപ്പർ ക്ലാസ് 1. അതിന് വേണ്ടിയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ സോളിഡ് ലൈൻ വിത്ത് എ ഹോളോ ആരോ ഹെഡ് ദാറ്റ് പോയിൻറ്റ് ഫ്രം ചൈൽഡ് ക്ലാസ് ടു ദ പാരൻറ്റ് ക്ലാസ്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഡയഗ്രാമിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് പറയാം ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് ഈ ഒരു ക്ലാസ് ഡയഗ്രാമത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് സിമ്പിൾ അസോസിയേഷൻ. സിമ്പിൾ അസോസിയേഷൻ വെച്ചാൽ രണ്ട് ക്ലാസ് തമ്മിൽ എന്തെങ്കിലും ഒരു അസോസിയേഷൻ, ഈ ഒരു ക്ലാസ്സും തമ്മിൽ എന്തെങ്കിലും ഒരു അസോസിയേഷൻ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് a solid line connecting two classes, means there is an association between class 1 and class 2. Okay, the next relationship is aggregation എന്ന് പറഞ്ഞ് ഈ അസോസിയേഷൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പാർട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ക്ലാസ് 2 ഈസ് പാർട്ട് ഓഫ് ക്ലാസ് 1. ക്ലാസ് 2ൻ്റെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഡയഗ്രാം തന്നിട്ട് വാട്ട് ഇസ് ദിസ് ക്ലാസ് ഡയഗ്രാം റെപ്രസെൻറ്റ്സ് എന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കണം. എന്താണ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാം ക്ലാസ് 2 ഈസ് എ പാർട്ട് ഓഫ് ക്ലാസ് 1. ക്ലാസ് 1ൻ്റെ ഒരു പാർട്ടാണ് ക്ലാസ് 2. അതായത് മെനി ഇൻസ്റ്റൻസസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർ കാണാം. Many instances, class 2ൻ്റെ many instances it can be associated with class 1. Okay, that is object of class 1 and class 2 have separate lifetime. A solid line with an unfilled diamond at the association end connected to the class of composite. അപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് ഇത് നോർമൽ അസോസിയേഷൻ്റെ അവിടെ ഒരു സോളിഡ് ലൈനാണ് വരുന്നതെങ്കിൽ, അതായത് ഇങ്ങോട്ടൊരു ആരോ കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റിംഗ് ക്ലാസ് 2 ഇസ് എ പാർട്ട് ഓഫ് ക്ലാസ് 1. ഓക്കെ, ഇതാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോമ്പോസിഷൻ മീൻസ് അഗ്രിഗേഷൻ്റെ ഒരു പാർട്ടാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അസോസിയേഷൻ്റെ ഡിഫറെൻറ്റ് പാർട്ടാണ് ഈ അഗ്രിഗേഷനും കോമ്പോസിഷനും. ഓക്കെ, ഇനി ഈ കോമ്പോസിഷൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് തന്നെയാണ് അഗ്രിഗേഷൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ആകുമ്പോഴത്തേക്ക് ഡിഫറൻസ് എന്താണ്? അവിടെ സോളിഡ് ആവും, മറ്റേ ഹോളോ ഡയമണ്ട് അല്ലേ, അൺഫിൽഡ് ഡയമണ്ടാണ്. ഇവിടെ അൺഫിൽഡ് ഡയമണ്ടാണ്, ഇവിടെ വരുമ്പോൾ ഫിൽഡ് ഡയമണ്ടാണ്. That is a special type of aggregation where parts are destroyed when the whole is destroyed. A whole കാരണം
ഇവിടെ ക്ലാസ് 2 ആണ് ഈ ക്ലാസ് 1ൻ്റെ ഒരു പാർട്ട്. അപ്പം ആ ഒരു പാർട്ട് എപ്പോഴേ ഡിസ്ട്രോയ് ആവത്തുള്ളൂ? ഹോൾ ക്ലാസ്. When whole class is destroyed, the parts are also destroyed. That is, object of class 2 live and die with class 1. അത് ക്ലാസ് 1ൻ്റെ ഒരു പാർട്ടാണ് ക്ലാസ് 2. അപ്പോൾ ക്ലാസ് 1ൻ്റെ ലൈഫ് ടൈം തീരുമ്പോഴത്തേക്കും ക്ലാസ് 2ൻ്റെയും ലൈഫ് ടൈം തീരും. അത് ക്ലാസ് 2 ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. അതെന്താണ്? അസോസിയേഷൻ്റെ അവിടെ ഒരു ഫിൽഡ് ഡയമണ്ട് വരുവാണെങ്കിൽ, അതാണ് സോളിഡ് ലൈൻ വിത്ത് എ ഫിൽഡ് ഡയമണ്ട് അറ്റ് ദ അസോസിയേഷൻ കണക്റ്റഡ് ടു ദ ക്ലാസ് ഓഫ് കോമ്പോസിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിപ്പെൻഡൻസി. എന്താണ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്? ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഡാഷ്ഡ് ലൈൻ വിത്ത് ആൻ ഓപ്പൺ ആരോ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളൊരു ക്ലാസ് ഡയഗ്രാമിൽ ഇങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് യൂസ് ദിസ് റിലേഷൻഷിപ്സ്. ഓക്കെ, ദീസ് നോട്ടേഷൻസ്. That is, dependency means it exists between two classes if the changes to the definition of one may cause changes to the definition of another. അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ, ഫോർ എ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാമിൽ കണ്ടു, എന്താണ് ഒരു ബാങ്കിൽ നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എത്രയെന്നുള്ള അപ്ഡേറ്റ് ചെയ്യണം, അക്കൗണ്ട് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വി മസ്റ്റ് അപ്ഡേറ്റ് ദ ബാലൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ക്ലാസ്സിൽ ചേഞ്ച് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ചേഞ്ച് വരുത്തുവാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഓൾസോ മേക്ക് കോസ് ചേഞ്ച് ടു ദ ഡെഫിനേഷൻ ഓഫ് അനദർ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ക്ലാസ്സും ഡിപ്പെൻഡൻ്റ് ആണെന്ന്. അപ്പോൾ അതിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ക്ലാസ് 1 ക്ലാസ് 2. ഓക്കെ, ദാറ്റ് ഇസ് ക്ലാസ്. ഇങ്ങോട്ടാണ് ആരോ കൊടുത്തിരിക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ് ഈ ഒരു ആരോ ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ് ക്ലാസ് 1 ഡിപ്പെൻഡ്സ് ഓൺ ക്ലാസ് 2. ഓക്കെ, അപ്പം ഇപ്പോൾ ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അക്കൗണ്ട് ബാലൻസ് അപ്ഡേറ്റ് ആണെന്ന് വിചാരിച്ചു, ഇപ്പം ഡെപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചു. ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് എന്തായാലും ക്ലാസ് 2 ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എ ഡാഷ് ലൈൻ വിത്ത് ആൻ ഓപ്പൺ ആരോ. So these are the different relationship between the classes. That is, first is inheritance, then simple association, അതിൻ്റെ ഒരു ടൈപ്പാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ടൈപ്പാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിപ്പെൻഡൻസി. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ ചില പ്രോഗ്രാം ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിസിറ്റി കൂടെ റെപ്രസെൻ്റ് ചെയ്യും. മൾട്ടിപ്ലിസിറ്റി മീൻസ് എത്ര ഒബ്ജക്റ്റാണ് ഒരു ക്ലാസ്സിൻ്റെ എത്ര ഒബ്ജക്ട്സ് ആണ് ആ റിലേഷൻഷിപ്പിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റും ഒരു കോളേജും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്ന ഇതാണ്, സ്റ്റുഡൻറ്റും കോളേജുമാണ്. എനിക്കിവിടെ സ്റ്റാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ് സ്റ്റഡീഡ് ഇൻ ദിസ് കോളേജ്, റൈറ്റ്? അപ്പോൾ ഒരു കോളേജ്, ദാറ്റ് ഈസ് ദ കോളേജ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ സ്റ്റുഡൻറ്റ്സ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർ ഉപയോഗിക്കുന്നത്. അപ്പം സ്റ്റാർ മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെനിയാണ്. വെറുതെ സ്റ്റാറും കൊടുക്കുക, അല്ലെങ്കിൽ 0 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒന്നി 0 അല്ലെങ്കിൽ സ്റ്റാർ വരെ, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെനി. പിന്നെ നമുക്കിവിടെ വൺ മാത്രമാണ് കൊടുക്കണമെങ്കിൽ എക്സാക്ട്ലി 1 സ്റ്റുഡൻറ്റ്, ദ കോളേജ് ഹാവ് ഓൺലി 1 സ്റ്റുഡൻറ്റ്. 0 or 1 എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. മൾട്ടിപ്ലിസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ 0 to 1, 0 or 1. ഇനി മെനി എന്ന് പറയുമ്പം എങ്ങനെ കൊടുക്കുന്നത്? 0 സ്റ്റാർ അല്ലെങ്കിൽ വെറും സ്റ്റാർ എന്നും കൊടുക്കാം. ഇനി എക്സാക്ട് നമ്പർ, ഇപ്പം 3 സ്റ്റുഡൻസേ ഉള്ളൂ അല്ലെങ്കിൽ 10 സ്റ്റുഡൻസേ ഉള്ളൂ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. ഒന്ന് ഇങ്ങനെ കൊടുക്കാം, നമുക്കറിയത്തില്ല 3 to 4, അങ്ങനെ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെ 3 to 4 അല്ലെങ്കിൽ എക്സാക്ട് നമ്പറായിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, അതായത് ഇപ്പം എനിക്ക് ഒന്നീ 0 to 1 അല്ലെങ്കിൽ പിന്നെ 3 to 4 അല്ലെങ്കിൽ 6 to സ്റ്റാർ, അങ്ങനെ നമുക്ക് കോംപ്ലക്സ് റിലേഷൻഷിപ്സ് ആയിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇൻ എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് അതർ ദാൻ 2 or 5, അതായത് അതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. ഓക്കെ,
അപ്പം നമുക്ക് പല രീതിയിൽ മൾട്ടിപ്ലിസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ.